ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് നല്ലൊരു കിടിലൻ ഫിഷ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ബിരിയാണി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണാൻ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും വേണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നല്ല നെയ്മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 500 ഗ്രാം കാണും. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഈ മീനിനെ ഒന്ന് മസാല പിടിപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരാണ് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തന്നെ എടുക്കാം. ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം. ഇത് നമ്മുടെ നെയ്മീനിൽ പിടിപ്പിച്ചെടുക്കണം. നന്നായിട്ട് ഈ മുളകൊക്കെ പിടിക്കും ഭാഗത്തിന് നന്നായിട്ട് പരത്തിയെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഇത് കുറച്ച് സമയം ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് നന്നായി ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. നല്ല വെളിച്ചെണ്ണ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ഫിഷ് ബിരിയാണി ഒക്കെ ആകുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നുക. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീനുകൾ ഓരോന്നായിട്ടിട്ട് വറുത്തെടുക്കാം. ഫിഷ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നെയ്മീനാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. എപ്പോഴും നെയ്മീനാണ് കൂടുതൽ ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. അപ്പോൾ നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ. ഏകദേശം ഒരു ഭാഗം നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതൊന്ന് തിരിച്ചിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ മീനെ പാനിലേക്ക് ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നെയ്മീൻ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് മസാല തയ്യാറാക്കാം. അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 5 മീഡിയം സൈസ് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് പഴുത്ത മീഡിയം സൈസ് ഒരു 4 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പച്ചമുളക് ഒരു 3 പച്ചമുളക് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. പിന്നെ കറിവേപ്പില, പുതിന ഇല, മല്ലിച്ചപ്പ്, ഇത്രയാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ മീൻ ഫ്രൈ ചെയ്ത സെയിം പാനിൽ തന്നെയാണ് മസാല തയ്യാറാക്കി എടുക്കുന്നത്. സെയിം വെളിച്ചെണ്ണ തന്നെ മതി. അപ്പോൾ അതിലോട്ടേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിത് ചെറു തീയിലാക്കിയിട്ട് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളി ഒന്ന് വറുത്തെടുക്കാം. ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി, കിസ്മിസ്, അണ്ടിപ്പരിപ്പ് ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം കേട്ടോ. അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. വെളിച്ചെണ്ണ കിടന്ന് നന്നായിട്ടൊന്ന് നല്ല ബ്രൗൺ കളറായി ഫ്രൈ ആയി വരണം. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക്
ആവശ്യമായിട്ടുള്ള കിസ്മിസും അണ്ടിപ്പരിപ്പും ഇട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെയിം കടായിൽ റൈസ് ഉണ്ടാക്കാൻ നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ള പട്ട, 5 ഗ്രാമ്പു, ബേ ലീഫ്, 3 ഏലക്ക കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. ഇനി ഇതിലോട്ടേക്ക് വെള്ളം ഒഴിക്കണം. വെള്ളം ഞാൻ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന പാകത്തിനാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു 1/2 ചെറുനാരങ്ങ നീര് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് രണ്ടാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മൂടി വെച്ച് തിളക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ കയമ്മ റൈസാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഒഴിവാക്കി എടുത്തതാണ്. നമ്മുടെ വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് അതിൽ അരി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. സവാള ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ എന്തൊക്കെയാ നോക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഒരു 2 സ്പൂൺ ചേർക്കുന്നുണ്ട്. ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ അരച്ച് വെച്ചിട്ടുള്ള പച്ചമുളക് അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ എല്ലാം പച്ച മണം മാറുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് എടുത്തു വെച്ചിട്ടുള്ള തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളകി യോജിപ്പിക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളകി യോജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൗഡറുകൾ ചേർക്കാം. അപ്പോൾ ആദ്യം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ബിരിയാണി മസാല, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിൻ്റെ മണമൊക്കെ സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് മൂടി വെച്ചെടുക്കാം. ഇപ്പം നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കാം. തൈര് ഓപ്ഷണലാണ്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിച്ചപ്പ്, പിന്നെ പുതിനയില, കുറച്ച് കറിവേപ്പില ഇതുകൂടി ചേർത്ത് കൊടുത്താൽ നന്നായിട്ടൊന്നുകൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് നല്ല മസാലേൻ്റെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള ഫിഷ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇടയ്ക്ക് വെച്ച് കൊടുക്കാം.
കുറച്ച് മസാല ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കണം. എന്നാലാണ് അതിൻ്റെ ഫിഷിൻ്റെ ഒരു ടേസ്റ്റൊക്കെ മസാലയിലേക്ക് ഇറങ്ങി വരത്തുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒരു ഫസ്റ്റ് ലെയർ സെക്കൻഡ് ലെയർ എന്നുള്ള പോലെ കുറച്ച് മസാല മുകളിലും താഴെയായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫിഷ് എല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മസാല ഒന്ന് എല്ലാ മീനിൻ്റെ മുകളിലും ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതും നമുക്ക് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് ഒരു ചെറു തീയിൽ സിമ്മാക്കിയിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മൾ റൈസ് ഉണ്ടാക്കിയ സെയിം പാത്രത്തിൽ തന്നെയാണ് ദമ്മിടുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ലെയറായിട്ട് മസാല ഒന്ന് അടക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ മാറ്റി വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാം. സെക്കൻഡ് ലെയറായിട്ട് റൈസ് എല്ലാ ഭാഗത്തും ഒരേപോലെ ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തും റൈസ് ഒരേ ലെവലിൽ ഇട്ടതിന് ശേഷം ഇതിലോട്ടേക്ക് കളർ ആഡ് ചെയ്യണം. ഞാനിവിടെ ഫുഡ് കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. പകരം കുറച്ച് പശുവും പാലിൽ മഞ്ഞൾ മിക്സ് ചെയ്തതാണ്. ഇതിൻ്റെ മുകളിൽ മൊത്തം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തൊന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം ഇതിലോട്ടൊക്കെ ഇനി നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, സവോളയൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തേക്കായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പുതിനയിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ബിരിയാണി ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് പശു നെയ്യ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും സെക്കൻഡ് ലെയറായിട്ട് റൈസ് ഇട്ട് കൊടുക്കാം. സെയിം പ്രോസസ്സാണ് ആദ്യം ചെയ്തതുപോലെ തന്നെ വീണ്ടും റൈസ് എല്ലാ ഭാഗത്തായിട്ടൊന്ന് ഒരേ ലെവലിലൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി സാധാ പോലെ തന്നെ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കളറ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വറുത്ത് വെച്ചിട്ടുള്ള സവാളയും കിസ്മിസും അണ്ടിപ്പരിപ്പൊക്കെ ഇതുപോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് എല്ലാ ഭാഗത്തായിട്ടും ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിയിലയും പുതിനയിലയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ള 1 ടീസ്പൂൺ പശു നെയ്യ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പശു നെയ്യ് ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതുകൂടി ഇവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു കവർ വെച്ചൊന്ന് മൂടിയെടുക്കാം. ഇതിന് എയർ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഗ്യാസിൽ ഒരു 5 മിനിറ്റ് നമുക്കിതൊന്നും കൂടി സെറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫൈനലായിട്ട് അടിപൊളിയായിട്ട് ബിരിയാണി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.